രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നാരായണീയമാണ്. നാരായണീയത്തിൻ്റെ 22ാമത്തെ ക്ലാസ്സാണ്. ഇതിന് മുമ്പുള്ള ക്ലാസ്സുകൾ കേൾക്കണം എന്നാഗ്രഹമുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. അതേ കണക്ക് പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ എന്തൊക്കെയുണ്ട്, എല്ലാ തിങ്കളാഴ്ചയും 12 മണിയാകുമ്പോൾ ആണ് നമ്മുടെ നാരായണീയം വരുന്നത്. രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ നിശ്ചയമായും ഇത് കേട്ടിരിക്കണം. എല്ലാ ചൊവ്വാഴ്ചയും 12 മണിയാകുമ്പോഴേക്കും രാധയുടെ പ്രണയം, കൃഷ്ണൻ്റെ കാമുകിയായ രാധയെക്കുറിച്ച് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അടുക്കിന് 93 എപ്പിസോഡുകൾ പിന്നിടുകയാണ്. ഈ 93 എപ്പിസോഡും നിങ്ങൾക്ക് അത് പ്ലേലിസ്റ്റിൽ നിന്ന് കിട്ടുന്നതാണ്. എന്ന് മാത്രമല്ല, ഏത് രോഗങ്ങൾക്കുമുള്ള രാധാറാണിയുടെ മന്ത്രങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ബുധനാഴ്ച ശ്രീബുദ്ധ അവതാരമാണ്, കൃഷ്ണൻ്റെ അവതാരമായ ബുദ്ധനാണ്. ഭഗവാന്റെ അവതാര കഥകൾ കേൾക്കുന്നത് മോക്ഷകരം. വ്യാഴാഴ്ച അഷ്ടപതിയാണ്. അഷ്ടപതി കേൾക്കുക, വീട്ടിൽ ചൊല്ലുക. ധനധാന്യ സമൃദ്ധി, പ്രണയ സാഫല്യം, ദാമ്പത്യ സൗഖ്യം. വെള്ളിയാഴ്ചയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ധർമ്മപദം. ആ ധർമ്മപദമാണ് നിങ്ങൾക്ക് മോക്ഷം തരുന്നത്. ദേവന്മാർ മറ്റ് ഐശ്വര്യങ്ങളെ തരുത്തുള്ളൂ. മോക്ഷം തരണമെങ്കിൽ അവനവൻ തന്നെ കണ്ടെത്തണം. അങ്ങനെ ബുദ്ധൻ അതിനുള്ള വഴികൾ പറഞ്ഞു തരുന്നു. 11 എപ്പിസോഡുകൾ ആയിട്ടുണ്ട്. അപ്പോൾ അത് കേട്ടാൽ മതി. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം രാധായേ
രാധേ രാധേ ഓ രാധേ 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 ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണി കി ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ കി ജയ്. എന്നെ സർവ്വ രോഗങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന, എനിക്കൊരു രോഗവും വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ കി ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മ കി ജയ്. അപ്പോൾ നമുക്ക് എന്താണ് ഇന്നത്തെ ദിവസം നാരായണീയം. അതിനു മുമ്പ് നിങ്ങൾ ഓർക്കുക, നമ്മുടെ ചാനലിൽ സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർ ആ വീഡിയോ കാണുക, പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ജ്യോതിഷം, നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതും ജ്യോതിഷമെന്നും പറഞ്ഞ് പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. പിന്നെ ഒരിടത്തൊരിടത്തൊരച്ഛനുണ്ടായിരുന്നു, നിശ്ചയമായിട്ടും അത് കണ്ടിരിക്കണേ. അതേ കണക്ക് പ്രണയസാഫല്യം, അതെങ്ങനെ വിജയിക്കാം, അത് പ്രണയിക്കുന്നവർ മാത്രമല്ല, പെൺകുട്ടികളുള്ള ഓരോ മാതാപിതാക്കളും കണ്ടിരിക്കണം. പിന്നെ ഞാൻ എങ്ങനെ രാധാഭക്തനായ എന്ന വീഡിയോ കൃത്യമായും നിങ്ങൾ കണ്ടിരിക്കണേ. പിന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവ അഷ്ടാവക്ര ഗീത ഉറപ്പായിട്ടും കാണണം. അപ്പോൾ ഇന്നത്തെ ശ്ലോകം നമുക്ക് പാടി തന്നിരിക്കുന്നത് ആരാണെന്നറിയാമോ? ഇന്നത്തെ ശ്ലോകം നമുക്ക് പാടി തന്നിരിക്കുന്നത് വാസന്തിയാണ്. നിങ്ങൾക്കെല്ലാം സുപരിചിതയായ വാസന്തി. അപ്പോൾ വാസന്തി ദാണ്ടെ ആ ഗാനം ആലപിക്കുകയാണ്. വാസന്തി അത് പാടിയതിന് ശേഷം നിങ്ങൾക്കത് ഞാൻ വിവരിച്ച് തരുന്നതായിരിക്കും. ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണ സേവാരസഭരേ പ്യാനസക്തം ചിത്തം ഭവതി ബദ വിഷ്ണു കുരുദയാം ഭവത്പാദാംഭോജസ്മരണരസികോ നാമനിവഹാനഹം ഗായം ഗായം കുഹചന വിവത്സ്യാമി വിജനേ. അപ്പോൾ നമ്മുടെ വാസന്തി അത് മനോഹരമായി പാടിത്തന്നത് നിങ്ങൾ കേട്ടല്ലോ. ഞാനത് വായിക്കാം. ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണ സേവാരസഭരേ. എന്നിട്ട് അത് അടുത്ത വരിയായിട്ട് നോക്കിക്കൊള്ളണം. സേവാരസഭരേഭ്യനാസക്തം. ശരിക്കും പറഞ്ഞാൽ ഭരേഭ്യൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അഭി അധികം അനാസക്തമാണ്. അഭി അധികം അനാസക്തം, അങ്ങനെയാണത് പിരിക്കുന്നത്. ഞാൻ അർത്ഥം വരുമ്പോൾ പറഞ്ഞു തരാം. അപ്പോൾ ശരിക്കും നമ്മൾ വായിക്കേണ്ടത് ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണ സേവാരസപരേപ്യനാസക്തം. അപ്പോൾ അഭി അധികം അനാസക്തമാണ്. പരേപ്യനാസക്തം ചിത്തം ഭവതി ബദ വിഷ്ണു കുരുദയാം ഭവത് പാദാംഭോജസ്മരണ രസികോ നാമ നിവഹ നഹം ഗായം കുഹചന വിവച്ചാമി വിജനെ വിവത്സാമി വിജനെ. അർത്ഥം എഴുതിക്കോ നിങ്ങൾ. ഗതക്ലിഷ്ടം അർത്ഥം എഴുതി. ഗതക്ലിഷ്ടം അർത്ഥം രോഗം മൂലം കഷ്ടപ്പെടുക, രോഗം മൂലം കഷ്ടപ്പെടുന്ന എന്നാണ് അർത്ഥം. തവ തവ അർത്ഥം എഴുതിക്കോ. അങ്ങയുടെ, തവ അങ്ങയുടെ. ചരണസേവ ചരണസേവ അർത്ഥം എഴുതിക്കോ. പാദസേവ ചരണം പാദം, പാദസേവ. രസഭരേ രസഭരേ പരമാനന്ദത്തിൽ, രസഭരേ പരമാനന്ദത്തിൽ. അഭി അനാസക്തം, ആ പദം അങ്ങനെ എഴുതുന്നത് അഭി, അല്ലാതെ നമ്മൾ ആദ്യത്തെ വരി രസഭരേ, രണ്ടാമത്തെ വരി പ്യനാസക്തം എന്നാണ് കിടക്കുന്നത്. ശരിക്കും രസഭരേ അധികം അഭി അധികം അനാസക്തം. അപ്പം നിങ്ങൾ അർത്ഥം എഴുതുമ്പോൾ ഇങ്ങനെ എഴുതി വെച്ചോ. അഭി അനാസക്തം, ആസക്തി ഇല്ലാതായി എന്ന് പറഞ്ഞാൽ താല്പര്യം ഇല്ലാതായി. ഇനി ചിത്തം, ചിത്തം അർത്ഥം എഴുത് മനസ്സ്, ചിത്തം മനസ്സ്. ഭവതി ഭവതി മാറുന്നു, മനസ്സ് മാറുന്നു.
പിന്നെ ഭവിക്കുന്നു എന്നും അർത്ഥം പറയും. ബദ ബദ ദുഃഖം വരുമ്പോഴോ സന്തോഷം വരുമ്പോഴോ ഒക്കെ പുറപ്പെടുവിക്കുന്ന ആശ്ചര്യ ശബ്ദമാണ്. ഇംഗ്ലീഷിൽ അലാസ്, മലയാളത്തിൽ എൻ്റെ അമ്മോ അയ്യോ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതാണ് ബദ. വിഷ്ണു 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 ഭഗവാൻ, വിഷ്ണു ഭഗവാൻ. കുരുദയാം കുരുദയാം ദയ ചെയ്യണമേ, കുരുദയാം ദയ ചെയ്യണമേ. ഭവത് അർത്ഥം എഴുത് അങ്ങയുടെ, ഭവത് അങ്ങയുടെ. പാദാംബോജ പാദാംബോജ അർത്ഥം എഴുത് താമര പോലെയുള്ള പാദങ്ങൾ, താമര പോലെയുള്ള പാദങ്ങൾ. അപ്പൊ പാദാംബോജ പിരിച്ചെഴുതണമെങ്കിൽ പാദ അധികം അംബോജ, പാദ അധികം അംബോജ, അംബോജ താമര. അപ്പൊ പാദാംബോജ താമരപ്പൂ പോലെയുള്ള ആ പാദങ്ങൾ. സ്മരണ സ്മരണ അർത്ഥം എഴുതു ഓർക്കുക, സ്മരണ. അപ്പൊ എഴുതിയല്ലേ ഭവത് അങ്ങയുടെ പാദാംബോജ എന്ന് പറഞ്ഞ താമര പോലെയുള്ള പാദങ്ങൾ. സ്മരണ ഓർക്കുമ്പോ ഓർക്കുക. രസികോ രസിക്കുന്നവർ, രസികോ രസിക്കുന്നവർ. നാമനിവഹ നാമനിവഹ അർത്ഥം നാമകീർത്തനങ്ങളെ, നാമകീർത്തനങ്ങളെ. ഇനി അവസാനത്തെ വരി അഹം, അഹം ഞാൻ. ഗായം ഗായം, ഗായം ഗായം പാടി പാടി, ഗായം ഗായം അർത്ഥം എന്താണ്? പാടി പാടി. കുഹചന കുഹചന ഏതെങ്കിലും, കുഹചന ഏതെങ്കിലും. വിവത്സ വിവത്സാമി, അത് ചില പുസ്തകങ്ങളിൽ വിവത്സ്യാമി എന്ന് കിടക്കും. വിഷമിക്കണ്ട, രണ്ടും കുഴപ്പമൊന്നുമില്ല. വിവത്സാമിയാണ് കുറെ കൂടെ ശരി. അതായത് താമസിച്ചു കൊള്ളാം. വിവത്സാമി അർത്ഥം താമസിച്ചു കൊള്ളാം. വിജനെ വിജനെ ആരുമില്ലാത്ത സ്ഥലത്ത്, വിജനെ ആരുമില്ലാത്ത സ്ഥലത്ത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അതുപോലെ നിങ്ങൾ കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായ എന്നൊരു വീഡിയോ ഉണ്ട്, അത് നിങ്ങൾ നിശ്ചയമായും കണ്ടിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ ശനിയാഴ്ചത്തെ പിന്നെ അച്ഛ മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ, ആ വീഡിയോ കണ്ടിട്ട് നിരവധി പിതാക്കന്മാരാണ് എന്നെ വിളിക്കുന്നത്, നിരവധി പിതാക്കന്മാര്. അവർ ചിലരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ട്, അവർ ഏങ്ങലടിക്കുന്നുണ്ട്. അവർ പറയുകയാണ്, സാറേ അച്ഛനെ കുറിച്ച് ഒരു വീഡിയോ ഇറക്കിയത് സാറ് മാത്രമാണ് സാറേ. നമ്മൾ അച്ഛന്മാർക്കും അല്പം പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലായത് എപ്പോഴാണ് സാറേ? മറ്റൊരു മനുഷ്യൻ പറഞ്ഞു, സാറ് പറഞ്ഞത് ശരിയാണ്, സാറിൻ്റെ വീഡിയോ കേട്ടിട്ട് എൻ്റെ മോള് ഡിഗ്രിക്ക് പഠിക്കുക, ഞാൻ അവളെ കെട്ടിപ്പിടിച്ചു സാറേ, എൻ്റെ മോളെ ഞാൻ കെട്ടിപ്പിടിച്ചു, സാറ് പറഞ്ഞതുപോലെ അവൾക്ക് ഭയങ്കര സന്തോഷമായി സാറേ. ഇത് കേട്ടപ്പോൾ എനിക്കും സന്തോഷമായി. എൻ്റെ ഉദ്ദേശവും അത് തന്നെ. ഈ ലോകത്തുള്ള എല്ലാ അച്ഛന്മാരും തൻ്റെ പെമ്മക്കളെ കെട്ടിപ്പിടിക്കണം, ഉമ്മ വെക്കണം. എല്ലാ പെമ്മക്കളും തൻ്റെ അച്ഛനെ എന്ത് ചെയ്യണം? കെട്ടിപ്പിടിക്കണം, ഉമ്മ വെക്കുകയും ചെയ്യണം. ഇനി നമുക്കിതിൻ്റെ അർത്ഥം പറഞ്ഞു തരാം. ആദ്യം ഞാനിതിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ഓരോ വരിയും കീറി മുറിച്ചു പഠിക്കാം. ഇവിടെ എന്താ പറഞ്ഞ? രോഗങ്ങൾ കൊണ്ട് ക്ലേശിച്ച് ഭയങ്കരമായ കഷ്ടാവസ്ഥയിലെത്തിയിരിക്കുന്ന എൻ്റെ മനസ്സുണ്ടല്ലോ ഭഗവാനെ, അങ്ങയുടെ പാദസേവ ചെയ്ത് ആനന്ദം അനുഭവിക്കുന്നതിന് പോലും താല്പര്യമില്ലാതായി തീർന്നു. ഭട്ടതിരിപ്പാട് പറയുകയാണ്, എനിക്ക് വാതരോഗം വന്നു, കലശലായ വാതരോഗം കൊണ്ട് ഞാൻ കഷ്ടപ്പെടുകയാണ്. സാധാരണ ഗുരുവായൂരപ്പൻ്റെ പാദം സ്മരിക്കുമ്പോൾ ആനന്ദമുണ്ടാകും. ആ ആനന്ദം അനുഭവിക്കാൻ പോലും എനിക്കിപ്പോൾ താല്പര്യമില്ലാതായി തീർന്നു. ഹേ ഭഗവാനെ, എന്നോട് കരുണ കാണിക്കണമേ. അങ്ങയുടെ പാദപത്മങ്ങളെ ധ്യാനിച്ചുകൊണ്ടും. എന്തിനൊക്കെയാണ് കരുണ കാണിക്കേണ്ടത്? അങ്ങയുടെ പാദപത്മങ്ങളെ ധ്യാനിക്കുന്നതിനും അതിൽ ആനന്ദം കണ്ടെത്തുന്നതിനും എന്നോട് വിഷ്ണു ഭഗവാനെ കരുണ കാണിക്കണേ. അതേ കണക്ക് നാമസങ്കീർത്തനം ചെയ്തുകൊണ്ട് നാമസങ്കീർത്തനം ചെയ്യാനും കരുണ കാണിക്കണേ. അങ്ങനെ ഭഗവാനെ അങ്ങയുടെ പാദപത്മങ്ങളെ ധ്യാനിച്ചുകൊണ്ടും
നാമസങ്കീർത്തനം ചെയ്തുകൊണ്ടും ഏതെങ്കിലും ഒരു വിജന സ്ഥലത്ത് ഞാൻ താമസിച്ചു കൊള്ളാം. പകരം എൻ്റെ വാതരോഗമൊന്ന് മാറ്റിത്തരണേ പൊന്നു ഭഗവാനെ. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ മൊത്തം അർത്ഥമെന്ന് പറയുന്നത്. അപ്പൊ രോഗങ്ങൾ കൊണ്ട് ഞാൻ വലഞ്ഞു, എനിക്ക് വയ്യ ഭഗവാനെ, എൻ്റെ മനസ്സ് മടുത്തുപോയി ഭഗവാനെ, വാതരോഗം കൊണ്ട് എൻ്റെ മനസ്സ് മടുത്തുപോയി, എനിക്കിപ്പോൾ ഭഗവാനെ വിളിക്കാൻ പോലും താല്പര്യമില്ല. അത് കവി കുറച്ചും കൂടെ ആലങ്കാരികമായി പറഞ്ഞു. അങ്ങയുടെ പാദപത്മങ്ങൾ ഓർക്കുമ്പോൾ പരമാനന്ദം അനുഭവിക്കാം, പക്ഷേ എനിക്ക് അതിന് പോലും താല്പര്യമില്ല, ആസക്തിയില്ല, ഞാൻ അനാസക്തനായി മാറി. ഭഗവാനെ എന്നോട് കരുണ കാണിക്കണേ, എൻ്റെ രോഗം മാറ്റിത്തരുകയും അങ്ങയുടെ പാദപത്മങ്ങളെ ഓർക്കാനും അങ്ങനെ പരമാനന്ദം അനുഭവിക്കാനും അങ്ങയുടെ നാമങ്ങൾ ജപിക്കാനും അനുഗ്രഹിക്കണേ. ഞാൻ എന്നിട്ട് ആൾക്കാരില്ലാത്ത ദൂരെ ഒരു സ്ഥലത്ത് പോയി താമസിച്ചുകൊള്ളാം. എന്തുകൊണ്ടാണ് ആൾക്കാരില്ലാത്ത ദൂരെയുള്ള സ്ഥലത്ത് താമസിക്കാം? അത് ഇനിയുള്ള ശ്ലോകങ്ങളിൽ പറയും. ഇനി നമുക്ക് ഓരോ വരിയും കീറി മുറിച്ചു പഠിക്കാം. അപ്പോൾ നമ്മുടെ വാസന്തി അത് മനോഹരമായി പാടിത്തന്നത് കേട്ടല്ലോ. ഇനി നമുക്ക് ഒന്നാമത്തെ വരിയെടുത്ത് കീറി മുറിച്ചു പഠിക്കാം. ഒന്നാമത്തെ വരി എന്താ? ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണ സേവാരസഭരേ. ഗതക്ലിഷ്ടം എന്താ അർത്ഥം? രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന. അപ്പൊ ഗതക്ലിഷ്ടം രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന, കഷ്ടം അങ്ങനെ അങ്ങ് കഷ്ടപ്പെടുകയാണ്. തവ അങ്ങയുടെ ചരണാംബുജ ചരണസേവാരസഭരേ, ചരണസേവ പാദസേവ, രസാഭരേ പരമാനന്ദം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന സാക്ഷാൽ ഭട്ടതിരിപ്പാട് ഭഗവാന്റെ പാദപത്മങ്ങൾ സേവിക്കുമ്പോൾ കിട്ടുന്ന പരമാനന്ദ രസം അനുഭവിക്കണം. അവിടെ ഒരു പക്ഷയുണ്ട്, ശ്രദ്ധിച്ചു കേട്ടോളണം. കവി പറയുകയാണ്, അല്ലയോ വിഷ്ണു ഭഗവാനേ, മഹാവിഷ്ണു ഭഗവാനേ, വാതരോഗം മൂലം ഞാൻ വല്ലാതെ ക്ലേശിക്കുകയാണ്, എനിക്ക് വയ്യ ഭഗവാനേ. ഇല്ലേ, നമ്മളൊക്കെ രോഗം വരുമ്പോൾ ഒരു പരുവായി പോകത്തില്ലേ നമ്മൾ? അപ്പോൾ ഭട്ടതിരിപ്പാട് പറയുക, കൃഷ്ണ ഗുരുവായൂരപ്പ മഹാവിഷ്ണു, എനിക്ക് രോഗങ്ങൾ കൊണ്ട് വയ്യ, വാതരോഗം കൊണ്ട് ഞാൻ വലയുകയാണ് ഭഗവാനെ. പലപ്പോഴും സഹിക്കാൻ പറ്റാത്ത വേദനയാണ് എനിക്ക്. അത് മാറ്റിത്തരാനുള്ള ഭഗവാനോടുള്ള അപേക്ഷയാണ് സത്യത്തിൽ ഈ ശ്ലോകമെന്ന് പറയുന്നത്. കാരണം ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വൈദ്യൻ ആരാണെന്ന് ചോദിച്ചാൽ സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനാണ്. മഹാവിഷ്ണു ഭഗവാൻ വിചാരിച്ചാൽ അരക്ഷണം കൊണ്ട് ഏത് മാറാ രോഗങ്ങളും മാറും. എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഗുരുവായൂരപ്പൻ്റെ ചന്ദനം മാത്രം ഭക്ഷിച്ച് ഒപ്പം നമ്മൾ ചികിത്സയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്ത് ക്യാൻസർ വരെ മാറിയിട്ടുള്ളവരുണ്ട്. ഓർമ്മിക്കുക, ചികിത്സ നടത്തണം, അത് അത്യാവശ്യമാണ്. ചികിത്സ നടത്തണം. അതുകൊണ്ടാണല്ലോ ചികിത്സയ്ക്ക് ഒരു മൂർത്തിയെ വെച്ചിട്ട് അതിന് ധന്വന്തരി മൂർത്തി എന്ന് നമ്മൾ പേരും കൊടുത്തിരിക്കുന്നത്. ചികിത്സ നടത്തുന്നതോടൊപ്പം തന്നെ ഗുരുവായൂരപ്പൻ്റെ കളഭം ദിവസേന അല്പാൽപ്പം കഴിച്ചിട്ട് മാറാ രോഗങ്ങൾ വരെ മാറിയിട്ടുള്ളവർ ഉണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ, അല്ലയോ മഹാവിഷ്ണു ഭഗവാനെ, എൻ്റെ വാതരോഗം മാറ്റിത്തരണേ, അങ്ങയേക്കാൾ വലിയ വൈദ്യൻ ആരാണുള്ളത്? രോഗശാന്തിക്ക് അങ്ങ് ധന്വന്തരിയായി അവതരിച്ചില്ലേ? ആ ധന്വന്തരി മന്ത്രം തന്നെ ശ്രേഷ്ഠമല്ലേ? ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നല്ലൊരു പങ്കും കേൾക്കുന്നത് അമ്മമാരും പിന്നെ ഇപ്പോൾ കുറേ അച്ഛന്മാരുമുണ്ട്. ഈ അമ്മമാർക്കും അച്ഛന്മാർക്കും കൈമുട്ടുവേദന, കാലുമുട്ടുവേദന, അല്ലെങ്കിൽ ഓരോ അസുഖങ്ങൾ, എന്ത് അസുഖമോ ആയിക്കൊള്ളട്ടെ, അസുഖങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നു എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഒന്ന്, നമ്മുടെ നാരായണീയത്തിൻ്റെ ഈ ശ്ലോകം രോഗങ്ങൾ ഇല്ലാതാക്കാനുള്ള ഒരു മന്ത്രമാണ്. അതുകൂടാതെ നിങ്ങൾ സർവവ്യാധിഹര ധന്വന്തരി മന്ത്രം,
ധന്വന്തരി മന്ത്രം തന്നെ പലതരത്തിലുണ്ട്. എല്ലാ ധന്വന്തരി മന്ത്രമല്ല. നിങ്ങൾ ധന്വന്തരി മന്ത്രം കേട്ടിട്ടുണ്ട്, അതല്ല ഞാൻ പറയുന്ന ധന്വന്തരി എന്ന് പറഞ്ഞാൽ സർവ വ്യാധിഹര ധന്വന്തരി മന്ത്രം. ഈ മന്ത്രവും മറ്റൊരു മന്ത്രവും ഉണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന രാധേ രാധേ എന്ന ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഗുരുവായൂരപ്പനിൽ മനസ്സുറപ്പിച്ച് നിൽക്കുന്ന ഭക്തന്മാർക്കായിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി ചികിത്സ ചെയ്യുക. ചികിത്സ ചെയ്ത് മരുന്നും കഴിച്ചതിന് ശേഷം അമ്മമാരെ, അച്ഛന്മാരെ, അല്ലെങ്കിൽ സഹോദരിമാരെ, സഹോദരന്മാരെ, നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന്, നമ്മുടെ ഈ 3-ാം ദശകം 2-ാമത്തെ ശ്ലോകം രോഗം മാറുന്നതിനുള്ള മന്ത്രമാണ്. അത് നിത്യം പാരായണം ചെയ്യണം. അതിൻ്റെ കൂടെ സർവവ്യാധിഹര ഏതാണ് ധന്വന്തരി മന്ത്രം 21 തവണ ചൊല്ലണം. അതിനുശേഷം ഒരു മന്ത്രമുണ്ട്, അതും 21 തവണ ചൊല്ലണം. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞ് മരുന്നും സേവിച്ചാൽ നിശ്ചയമായും നിങ്ങളുടെ അസുഖത്തിന് വലിയ കുറവുണ്ടാകും. അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. ഈ 2 മന്ത്രവും ഞാൻ ഈ വീഡിയോ നിർത്തുമ്പോൾ ഒരു മന്ത്രം ചൊല്ലും. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ. അതിനുശേഷം അപ്പം നിങ്ങൾ നിർത്തിയിട്ട് പൊക്കളയരുത്. അതിനുശേഷം ഈ സർവവ്യാധിഹര ധന്വന്തരി മന്ത്രം കൊടുത്തിട്ടുണ്ട്. എങ്കിലും ഞാൻ നിങ്ങളുടെ അടുത്ത് അതൊന്ന് പറഞ്ഞു തരാം. എന്താണ് സർവവ്യാധിഹര ധന്വന്തരി മന്ത്രം? ഇതാണ്: ഓം നമോ ഭഗവതേ മഹാസുദർശനായ വസുദേവായ ധന്വന്തരയെ അമൃതകലശഹസ്തായ സർവഭയവിനാശായ സർവരോഗനിവാരണായ ത്രിലോക്യപതയെ ത്രിലോക്യനിധിയെ ശ്രീ മഹാവിഷ്ണു സ്വരൂപ ശ്രീ ധന്വന്തരി സ്വരൂപ. അതാണ് മഹാവിഷ്ണു തന്നെയാണ് ധന്വന്തരി. അതാ മഹാവിഷ്ണു സ്വരൂപ ശ്രീ ധന്വന്തരി സ്വരൂപ ശ്രീ 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 ഔഷധചക്രനാരായണ സ്വാഹ. കണ്ട, ഔഷധചക്രനാരായണ സ്വാഹ. ഔഷധമായി വന്നിരിക്കുന്നത് ഭഗവാനാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഡോക്ടറെ കണ്ട് ഔഷധം സേവിക്കണം. കാരണം ഔഷധം എന്ന് പറയുന്നത് വിഷ്ണു ഭഗവാനാണ്. ഔഷധം എന്ന് പറയുന്നത് തന്നെ വിഷ്ണു ഭഗവാനാണ്. അത് അലോപ്പതി ആയാലും ഒരു രോഗത്തിന് ഒരു മരുന്ന് ഇങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള പ്രേരണ കൊടുക്കുന്നത് ഭഗവാനാണ്. ഭഗവാന്റെ പ്രേരണയിലാണ് അലോപ്പതിയിലും ആയുർവേദത്തിലുമെല്ലാം ഔഷധം ഉണ്ടായിരിക്കുന്നതെന്ന് ഹിന്ദുക്കൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഹിന്ദുക്കൾ ഔഷധവും സേവിക്കും, എന്നിട്ട് എന്ത് ചെയ്യും? മന്ത്രവും ചൊല്ലും. ഹിന്ദുക്കൾ മാത്രമല്ല, ക്രിസ്ത്യൻസും മുസ്ലിംസും എല്ലാവരും അങ്ങനെ തന്നെ. അവർ ഔഷധവും സേവിക്കും, ഒപ്പം ദൈവത്തെയും അവർ പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇനി 2-ാമത്തെ മന്ത്രം. ആ 2-ാമത്തെ മന്ത്രവും ഞാൻ പറഞ്ഞു തരാം. അസുഖം മാറാൻ ഈ മന്ത്രം കൂടെ നിങ്ങൾ ജപിക്കണം. ഓം നാരായൺ വിഠലായ നമ. ഓം ജയറാം ഗണേശായ നമ. ഓം രാം കൃഷ്ണായ നമ. ഓം ഹരേ പാണ്ഡുരംഗ ഉമാഹര്യായ നമ. ഓം ശ്രീരാം ജയരാം പാണ്ഡുരംഗായ നമ. കണ്ടോ, ഈ 2 മന്ത്രങ്ങൾ ഞാൻ എൻ്റെ രാധേ രാധേ ചാനലിലെ രോഗങ്ങൾ കൊണ്ട് വലയുന്നവർക്കായിട്ട് നൽകിയിരിക്കുകയാണ്. നമ്മൾ ഇന്ന് കേൾക്കുന്ന ശ്ലോകം അതൊരു മന്ത്രമാണ്, രോഗം മാറാനുള്ള മന്ത്രമാണ്. അതും ചൊല്ലി അതോടൊപ്പം നമ്മുടെ ധന്വന്തരി മന്ത്രം 21 തവണ, ഈ മന്ത്രവും 21 തവണ ചൊല്ലിക്കൊള്ളൂ. ഔഷധവും സേവിക്കണം, കാരണം ഔഷധം ഭഗവാനാണ്. ഈ മന്ത്രത്തിൻ്റെ അവസാനം പറയുന്നത് കണ്ടില്ലേ? ശ്രീ 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 ഔഷധ ചക്രനാരായണ. ശ്രീനാരായണ ചക്രമാണ് ആരെന്ന് പറയുന്നത്? ഔഷധം. അപ്പം ഔഷധവും നിങ്ങൾ സേവിക്കുക. അപ്പോൾ കവി പറയുന്നത് എന്താണ്? തവ ചരണ സേവാ രസഭരേ. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ പാദപങ്കജങ്ങളെ സേവിക്കുന്നത് ഏതൊരു ഭക്തനും പരമാനന്ദമാണ്. അപ്പം ഈ 1-ാമത്തെ വരിയുടെ അർത്ഥം ഇതാണ്: ഗതക്ലിഷ്ട. ഭഗവാനെ, ഞാൻ വാതരോഗം കൊണ്ട് കഷ്ടപ്പെടുന്നു.
അതോടൊപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, അങ്ങയുടെ പാദപത്മങ്ങളെ സേവിക്കുമ്പോൾ കിട്ടുന്ന ഒരാനന്ദമുണ്ട്, അത് പരമാനന്ദമാണ്. പക്ഷേ അപ്പൊ എന്താണ് അവിടെ ഒരു പക്ഷേ വെച്ചിരിക്കുന്നത്? ഭഗവാന്റെ പാദസേവ പരമാനന്ദമാണ്. പക്ഷേ അതിൻ്റെ ഉത്തരമാണ് രണ്ടാമത്തെ വരിയിൽ കവി പറയുന്നത്. അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ വരി ഒന്ന് കീറി മുറിച്ച് പഠിക്കാം. ആ രണ്ടാമത്തെ വരി തുടങ്ങുന്നത് പ്യനാസക്തം എന്നാണ് തുടങ്ങുന്നത്. പ്യനാസക്തം. രണ്ടാമത്തെ വരി തുടങ്ങുന്നത് പായിട്ടടിയിൽ കൂടെ വള്ളി, പ്യനാസക്തം. പക്ഷേ യഥാർത്ഥത്തിൽ അത് കൂട്ടിച്ചേർത്ത് വായിക്കണം. ഒന്നാമത്തെ വരി രസപര എന്ന് പറഞ്ഞ് അവസാനിക്കുന്നുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇത് വായിക്കേണ്ടത് പെനാസക്തം എന്നല്ല വാക്ക്, അപി അധികം അനാസക്തം. അതാണ് അപി അധികം അനാസക്തം. സംസ്കൃതത്തിൽ അത് ആദ്യത്തെ വരിയുടെ അവസാനവും ഇതും കൂടെ കൂട്ടിച്ചേർന്നപ്പം പെനാസക്തം എന്ന് കിടക്കുകയാണ്. അപ്പോൾ പെനാസക്തം എന്നാണ് സംസ്കൃതത്തിൽ വരുന്നത്. നിങ്ങൾ അവിടെ പിരിച്ചെഴുതി വെച്ചോളണം, അപി അധികം അനാസക്തമാണ്. അപ്പോൾ പെനാസക്തം ചിത്തം ഭവതി ബദ വിഷ്ണു കുരു ദയാം. ഇതാണ് രണ്ടാമത്തെ വരി. അപ്പോൾ ചിത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സ്. ഭവതി, അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പെനാസക്തം അല്ലേ? ചിത്തം. അനാസക്തം എന്ന് പറഞ്ഞാൽ എന്താ? ഒട്ടലില്ലാതിരിക്കുന്നു. അതാണ് അപ്പോൾ അനാസക്തം. അത് പിരിച്ചെഴുതുമ്പം അഭി അധികം അനാസക്തം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാള അർത്ഥം താല്പര്യമില്ല. അപ്പോൾ പെനാസക്തം എന്ന് പറഞ്ഞാൽ താല്പര്യം വരുന്നില്ല. ചിത്തം മനസ്സ്, ഭവതി മനസ്സിങ്ങനെ മാറുന്നു, ബദാ ഒരു ആശ്ചര്യ ശബ്ദം, സന്തോഷവും ദുഃഖവും ഒക്കെ വരുമ്പോൾ പ്രകടിപ്പിക്കുന്ന ആശ്ചര്യ ശബ്ദം. വിഷ്ണു, അല്ലയോ വിഷ്ണു ഭഗവാനേ. മനസ്സിലായില്ലേ? അപ്പോൾ കവി പറയുകയാണ് പെനാസക്തമാണ്, അധികം അനാസക്തം. എനിക്ക് താല്പര്യം വരുന്നില്ല ഭഗവാനേ. എൻ്റെ ചിത്തം ഭവതി, എൻ്റെ മനസ്സ് മാറിക്കൊണ്ടേയിരിക്കുന്നു. ബദാഹു, അങ്ങനെ മനസ്സ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്ത് കഷ്ടമാണ്. വിഷ്ണു, അല്ലയോ വിഷ്ണു ഭഗവാനേ, കുരുദയാം, എന്നോട് ദയ ചെയ്യണമേ. ഇതാണ് രണ്ടാമത്തെ വരി. ശ്രദ്ധിച്ചു കേട്ടോണം. ഇത് ഒന്നാമത്തെ വരിയുമായി ചേർത്ത് വായിക്കേണ്ട ഒന്നാണ്. ഒന്നാമത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നു, വാതരോഗം മൂലം പട്ടതിരിപ്പാട് കഷ്ടപ്പെടുകയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് കവി പറയുകയാണ്, ഭഗവാനെ അവിടുത്തെ പാദപത്മങ്ങളെ സേവിക്കുന്നത് ഏതൊരു ഭക്തനും പരമാനന്ദകരമാണ്. ഭഗവാന്റെ പാദപത്മങ്ങൾ സേവിക്കുന്നത് പരമാനന്ദകരമാണ്. എന്നിട്ട് പറഞ്ഞു, പക്ഷേ എന്താണ് ആ പക്ഷേ? അതാണ് നമ്മൾ നോക്കുന്നത്. ഭഗവാന്റെ പാദപത്മങ്ങൾ സേവിക്കുന്നത് അത്യധികം ആനന്ദകരമാണെന്ന് പറഞ്ഞിട്ട് കവി പെട്ടെന്ന് കയറി ഒരു പക്ഷേ അടിച്ചു കളഞ്ഞു. ആ പക്ഷേ ഇത്രയാണ്, ഭഗവാനെ വാതരോഗം എന്നെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്നതിനാൽ എൻ്റെ മനസ്സ് തളർന്നുപോയി, എൻ്റെ മനസ്സങ്ങ് നിരാശയിലായിപ്പോയി അല്ലേ? സ്വാഭാവികമായിട്ടും നമുക്കൊരസുഖം വന്നാൽ നമ്മൾ വല്ലാതെ തളർന്നു പോകും, നമ്മൾ നിരാശയിലായി പോകും. ഒരു രോഗം വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മളൊക്കെ ആരാ, നമ്മളൊക്കെ ഇത്രയേ ഉള്ളു എന്നറിയുന്നത് രോഗം വരുമ്പോഴാണ്. അതുവരെ നമ്മുടെ ഭാവം ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയാണ്. ഇപ്പോൾ ഭാര്യമാരെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ ഭാര്യയെ മൈൻഡ് ചെയ്യാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നൊരു ഭർത്താവ് വിചാരിക്കുക, ഇയാൾക്ക് നാളെ ഒരു മാറാ രോഗമെന്ന് പറഞ്ഞാൽ തീർന്നേ, അത്രയേ ഉള്ളൂ. അപ്പോഴീ ഭാര്യയെ കാണത്തുള്ളൂ, ഈ ഭാര്യയുടെ അടുത്ത് ചെല്ലും, സങ്കടപ്പെട്ട് ചെല്ലും. നമുക്ക് ആരോഗ്യമുള്ളപ്പം മാത്രമേ ഉള്ളൂ മറ്റ് ചിന്തകളൊക്കെ വരുന്നത്. അപ്പോൾ രോഗം വന്നതോടുകൂടി ഭഗവാനെ ഞാൻ വല്ലാതെ മനസ്സങ്ങ് നിരാശയിലായിപ്പോയി. അതുകൊണ്ട് എന്ത് പറ്റുന്നു? ഭഗവാന്റെ പാദസേവ ചെയ്യുന്നത് പരമാനന്ദമാണെന്ന് അറിയാം. പക്ഷേ ഭഗവാനെ ആ പാദസേവ ചെയ്യാനും താല്പര്യമില്ല,
ആ പാദസേവ ചെയ്ത് ആനന്ദം അനുഭവിക്കാനും താല്പര്യമില്ല. അതാണ് പ്രശ്നം. ഇപ്പം നമ്മൾ കഠിനമായ വേദന കൊണ്ട് പൊളയുമ്പോൾ എവിടെയാണ് ഭഗവാന്റെ പരമാനന്ദ രസം അനുഭവിക്കാൻ താല്പര്യം? നിങ്ങൾ വേദന എടുത്ത് കിടന്നങ്ങനെ പൊളയുകയാണ്. നിങ്ങൾ ആ പൊളയുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ പറയും, ദൈവമേ ദൈവമേ എൻ്റെ വേദന മാറ്റണേ, അതൊക്കെ പറയും. ആ സമയത്ത് ഭഗവാന്റെ പാദപത്മങ്ങളെ സേവിക്കാനും ആ സേവിക്കുന്നതിലൂടെ കിട്ടുന്ന ആനന്ദം നുകരാനും പറ്റുമോ? അപ്പോൾ ഭട്ടതിരിപ്പാട് പറഞ്ഞത് ഇതാണ്. എന്താ പറഞ്ഞിരിക്കുന്നത് ഭട്ടതിരിപ്പാട്? ഭഗവാനെ, ഞാൻ വാതരോഗം കൊണ്ട് കഷ്ടപ്പെടുകയാണ്, എനിക്ക് വയ്യ, എനിക്കൊന്നും വയ്യ, എൻ്റെ മനസ്സ് നിരാശയിലായി. ഇപ്പോൾ എനിക്ക് അങ്ങയുടെ പാദങ്ങളെ സേവിക്കുമ്പം കിട്ടുന്ന പരമാനന്ദം അത് നുകരാനുള്ള മനസ്സ് എനിക്കില്ല ഭഗവാനെ. ഞാനിപ്പോൾ അനാസക്ത, അങ്ങയ്ക്ക് പാദസേവ ചെയ്യുന്നതിനകത്ത് എനിക്ക് താല്പര്യമില്ല, ഞാനങ്ങ് അനാസക്തനായി മാറിയിരിക്കുകയാണ് ഭഗവാനെ. ഞെട്ടിക്കുന്ന ഒരു മറുപടിയാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? ഭട്ടതിരിപ്പാടിൽ നിന്ന് ഈ നാരായണീയം കേൾക്കുന്നവർ പ്രതീക്ഷിക്കുന്നൊരു മറുപടി അല്ലത്. പക്ഷേ ഭട്ടതിരിപ്പാട് സത്യസന്ധനായ മനുഷ്യനാണ്. അദ്ദേഹം ഭഗവാനോടാ പറയുന്നത്, നിങ്ങളടുത്തല്ല. ഭഗവാനെ, എനിക്ക് രോഗം വന്ന് വയ്യ, എനിക്ക് ആ പാദസേവ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇങ്ങനെ രോഗം മുഖാന്തരം കഷ്ടപ്പെടുമ്പോൾ എങ്ങനെയാണ് പാദസേവ ചെയ്യുന്നത്? അതുകൊണ്ട് ഹേ വിഷ്ണു, എന്നോട് കരുണ കാണിക്കണേ, എൻ്റെ രോഗം ആദ്യം ഒന്ന് മാറ്റിത്തരണേ. ഉണ്ടോ? തൻ്റെ വാതരോഗം മാറ്റിത്തരണേ എന്ന് ഭഗവാൻ ഈ ശ്ലോകത്തിൽ നേരിട്ടങ്ങ് പറയുകയാണ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, ഇത് വല്ലാത്തൊരു ശ്ലോകമാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലല്ല. കാരണം ഈ ശ്ലോകത്തിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ഭട്ടതിരിപ്പാടിൻ്റെ വാതരോഗം. ഭട്ടതിരിപ്പാടിന് വാതരോഗം വന്നതുകൊണ്ട് ഭഗവാന്റെ പാദസേവ ചെയ്യുന്നതിനുള്ള മനസ്സില്ല. കാരണം വേദന കൊണ്ട് പൊളയുകയാണ്. ഭഗവാന്റെ പാദം സേവിക്കുന്നതിൽ ആനന്ദം കണ്ടെത്താൻ പറ്റുന്നില്ല. ഒരു താല്പര്യവും ഭഗവാനെ സേവിക്കാൻ തോന്നുന്നില്ല. ഒരു വ്യാഖ്യാനം. ഇനി രണ്ടാമത്തെ വ്യാഖ്യാനം, ഈ രോഗം എന്ന് പറയുന്നത് ഏതാണ്? സംസാര സാഗരത്തിലുള്ള, അതായത് നിങ്ങൾക്ക് ലൗകിക സുഖങ്ങൾ അനുഭവിക്കണമെന്ന ആഗ്രഹം. ഈ ലൗകിക സുഖങ്ങൾ അനുഭവിക്കണം, അതായത് നിങ്ങൾക്ക് ഭർത്താവ്, ഭാര്യ, മക്കൾ, അവരുടെ സ്നേഹം, അതേ കണക്ക് ഓപ്പോസിറ്റ് സെക്സിനോടുള്ള സ്നേഹം, കാമവികാരം, ഇങ്ങനെ ലൗകിക സുഖങ്ങൾ അനുഭവിക്കണം. അങ്ങനെ സംസാര സാഗരത്തിൽ പെട്ടുകിടക്കുന്നത് ഒരു രോഗമാണ്. എനിക്ക് ലൗകിക സുഖം വേണം, എനിക്ക് മാളിക വേണം, എനിക്ക് കാറ് വേണം, എനിക്ക് ബംഗ്ലാവുകൾ വേണം, എനിക്ക് സുന്ദരിയായ സ്ത്രീ വേണം, അല്ലെങ്കിൽ സുന്ദരനായ പുരുഷൻ വേണം, ധനം വേണം. ഇങ്ങനെ വരുന്നത് ഒരു രോഗമാണ്. ഈ രോഗം വരും. ഈ രോഗത്തിനാണ് കാമം എന്ന് പറയുന്നത്. ആ കാമം കിട്ടാതെ, നമ്മുടെ ആഗ്രഹം കിട്ടാതെ വരുമ്പം ക്രോധം വരും. അങ്ങനെ കാമ, ക്രോധ, ലോഭ, മോഹം അതിങ്ങനെ മനുഷ്യനെ പിടികൂടി കിടക്കുകയാണ്. അപ്പോൾ മോക്ഷം കിട്ടാൻ ഏറ്റവും കൂടുതൽ തടസ്സം നിൽക്കുന്നത് ലൗകിക സുഖങ്ങളിലുള്ള താല്പര്യമാണ്. ആ ലൗകിക സുഖങ്ങളിൽ താല്പര്യം വരുമ്പോൾ കാമ, ക്രോധ, ലോഭ, മോഹ, മതമാത്സര്യാദികളിൽ നമ്മളങ്ങ് പെട്ടുപോയി അതിൽ നിന്ന് ദുരിതമനുഭവിക്കും. ദുരിതമനുഭവിച്ച് അങ്ങ് കഷ്ടപ്പെടും നമ്മൾ. ഇപ്പം സത്യത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ വീട് ആഗ്രഹിക്കുന്നു, അതേ കണക്ക് തന്നെ നിങ്ങൾ ബംഗ്ലാവ് ആഗ്രഹിക്കുന്നു, കല്യാണം കഴിച്ച് മക്കളുണ്ട്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ ലൗകിക സുഖത്തിൻ്റെ പിന്നാലെ പാഞ്ഞു. ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിലുള്ള സന്തോഷം തരുന്ന അനുഭവവും സങ്കടം തരുന്ന അനുഭവവും എഴുതി വെച്ചാൽ ഏറ്റവും കൂടുതൽ സങ്കടം തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഓർമ്മിക്കുക, ഭട്ടതിരിപ്പാട് പറയുന്ന ഈ വരിയുടെ രണ്ടാമത്തെ അർത്ഥം ഇതാണ്. ഈ ഭൂമിയിൽ പിറന്നിരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ,
ആ മനുഷ്യരെന്ത് ചെയ്തിരിക്കുന്നു? ലൗകിക സുഖമെന്ന രോഗം അവരെ പിടിപെട്ടിരിക്കുന്നു. അവർക്ക് പണത്തോടാർത്തി, അവർക്ക് പുരുഷന് സ്ത്രീയോട് ആസക്തി, സ്ത്രീക്ക് പുരുഷനോട് ആസക്തി, ഭാര്യ, മക്കള്, ഇങ്ങനൊരു രോഗം പിടിപെട്ടിരിക്കുന്നു. അങ്ങനെ പിടിപെടുന്നവർക്ക് എന്ത് സംഭവിക്കും? ഭഗവാന്റെ പാദപത്മങ്ങൾ പൂജിക്കാൻ എന്ത് വരില്ല? താല്പര്യം വരില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പം നിങ്ങൾ ലൗകിക സുഖങ്ങളിൽ മുഴുകിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ പാദസേവയിൽ എന്ത് കുറയും? താല്പര്യം കുറയും. നമ്മുടെ മനസ്സ് കണ്ടില്ലേ? നിങ്ങളിപ്പോൾ സഹസ്രനാമം വായിക്കാനിരിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സ് എവിടെയൊക്കെ പോകും? ഏതൊക്കെ കാര്യങ്ങളിൽ നിങ്ങളുടെ മനസ്സ് പോകും? ഒരു പ്രണയമുണ്ടെങ്കിൽ സഹസ്രനാമം വായിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അതുവരെ നമുക്ക് എന്ത് ചെയ്യും? ഓർമ്മ വരും. അപ്പോൾ എന്ത് ചെയ്യുന്നു? ലൗകിക സുഖത്തിലുള്ള ആസക്തി മുഖാന്തരം എനിക്ക് ഭഗവാനെ പൂജിക്കുന്നതിൽ അനാസക്തി, താല്പര്യമില്ലാതായി തീർന്നു. അപ്പം ലൗകിക സുഖങ്ങളോടുള്ള ആസക്തിയാണ് ഭഗവാനെ പൂജിക്കുന്ന കാര്യത്തിലെ അനാസക്തി താല്പര്യമില്ലായ്മയ്ക്ക് കാരണം. പക്ഷെ ഇതിനെ അതിജീവിക്കാൻ ഒരാൾക്ക് സ്വന്തം നിലയിൽ കഴിയില്ല. അതുകൊണ്ട് വിഷ്ണു ഭഗവാനെ എൻ്റെ രോഗങ്ങൾ അകറ്റി എനിക്ക് അങ്ങയുടെ പാദസേവ ചെയ്യാനുള്ള മനസ്സുണ്ടാകണേ. അപ്പോൾ ഭട്ടതിരിപ്പാട് 2 തരത്തിലാണ് രോഗം വ്യാഖ്യാനിക്കുന്നത്. ഒന്ന്, ഭഗവാനെ എനിക്ക് വാതരോഗം കൊണ്ട് കഷ്ടപ്പെടുന്നു. ഈ ഓരോ മനുഷ്യരും ഓരോ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നു. രോഗം വന്ന് കഷ്ടപ്പെടുമ്പം നമുക്ക് ഭഗവാനെ മനസ്സുറക്കില്ല. ഭഗവാന്റെ പാദസേവ ചെയ്ത് ആ ആനന്ദം അനുഭവിക്കാനുള്ള മനസ്സ് നമുക്ക് വരില്ല. ഈ രോഗം മാറ്റാൻ ഒരു ഡോക്ടർക്ക് കഴിയില്ല. അത് ഭഗവാന് മാത്രമേ കഴിയത്തുള്ളൂ. അതല്ലേ? ഒരേ കണക്ക് ഹാർട്ടിന് വേരിയേഷനുള്ള 2 പേഷ്യൻസ് കിടക്കുന്നു, ഒരേ മരുന്ന് കുത്തിവെക്കുന്നു, ഒരുത്തൻ രക്ഷപ്പെടും, ഒരുത്തൻ മരിച്ചു പോകുന്നു. അത് അവിടാണ് നമ്മൾ നിശ്ചയിക്കുന്നത്. ഡോക്ടർക്ക് ചെയ്യാവുന്ന താൽക്കാലിക ഇത് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ രോഗം, വാതരോഗം, ഒരുപാട് വൈദ്യന്മാരെടുത്ത് ചികിത്സിച്ചതാണ്, എന്നിട്ടും മാറിയില്ല. അപ്പോൾ ഭഗവാനെ മാറ്റാൻ പറ്റൂ. ഇനി രണ്ടാമത്തെ അർത്ഥം, ലൗകിക സുഖം എന്ന രോഗം പിടികൂടിയിരിക്കുന്നു. ഭാര്യ, മക്കൾ, ധനം, ഇത് ഒരു രോഗമാണ്. ഇതും നമ്മൾ തന്നെ വിചാരിച്ചാൽ നടക്കില്ല. ഭഗവാൻ വിഷ്ണുവിൻ്റെ കൃപ ചൊരിഞ്ഞാൽ മാത്രമേ നമുക്ക് വാതരോഗവും മാറിക്കിട്ടൂ, ലൗകിക സുഖങ്ങളിലുള്ള താല്പര്യം എന്ന രോഗവും മാറിക്കിട്ടൂ. അങ്ങനെ എനിക്ക് എന്ത് ചെയ്യണം? ഈ 2 രോഗങ്ങളും എനിക്ക് അകറ്റി എനിക്ക് ആ പരമാനന്ദം, ആ ബ്രഹ്മാനന്ദം എനിക്ക് അനുഭവിക്കണം. അപ്പോൾ ആ പരമാനന്ദം അനുഭവിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിന് രോഗബാധ ഉണ്ടാകരുത്, ലൗകിക സുഖങ്ങളിൽ താല്പര്യമെന്ന രോഗവും ഉണ്ടാകരുത്. ഭട്ടതിരിപ്പാട് പറയുകയാണ്, ഭഗവാനേ ഈ 2 രോഗങ്ങളും അകറ്റി എന്നെ അനുഗ്രഹിക്കണേ. എനിക്ക് അങ്ങയുടെ പാദസേവ ചെയ്ത് അതിലെ പരമാനന്ദം എനിക്ക് അനുഭവിക്കണം. അങ്ങയുടെ പാദസേവ ചെയ്ത് കൃഷ്ണ ആ പരമാനന്ദം എനിക്ക് അനുഭവിക്കണം. അതിനെൻ്റെ വാതരോഗം തടസ്സം, ലൗകിക സുഖങ്ങളിലെ താല്പര്യമെന്ന രോഗം തടസ്സം. അതുകൊണ്ട് ഭഗവാനെ ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. അങ്ങ് കനിയണം. അങ്ങ് കനിഞ്ഞാൽ മാത്രമേ എൻ്റെ രോഗവും മാറൂ, ലൗകിക സുഖങ്ങളോടുള്ള താല്പര്യവും മാറൂ എന്ന പ്രധാനപ്പെട്ട പോയിന്റാണ് ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നത്. നമ്മൾ വിചാരിച്ചാൽ പറ്റില്ല. ഗുരുവായൂർ അമ്പലത്ത് വിലസുന്ന കൃഷ്ണൻ കനിയണം. അതുകൊണ്ട് കൃഷ്ണ, ഭക്തവത്സല, ഭഗവാനേ കനിയണേ, ഭഗവാനേ കനിയണേ, ഭഗവാനേ കൃഷ്ണ, അവിടുത്തെ പാദപത്മങ്ങളെ സേവിച്ച് ആ പരമാനന്ദത്തിൽ മുഴുകാൻ അനുഗ്രഹിക്കണേ പൊന്നു തമ്പുരാനേ കൃഷ്ണ. ഇനി നമുക്ക് 3ാമത്തെ വരിയിലേക്ക് വരാം. എന്താ 3ാമത്തെ വരി? ഭവത് പാദാംഭോജ സ്മരണ രസികോ നാമനി വഹ നഹം. ശ്രദ്ധിച്ചോട്ടോണേ. ഭവത് അങ്ങയുടെ പാദാംഭോജ സ്മരണ, പാദ അധികം അംഭോജ, അംഭോജം താമര, പാദാംഭോജ സ്മരണം. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ താമരപ്പൂ പോലെ മനോഹരമായ
പാദങ്ങളെക്കുറിച്ച് ഓർക്കുന്നത്. അതാണ് ഭവത് അങ്ങയുടെ പാദാംബോജ താമര പോലെയുള്ള പാദങ്ങളുടെ സ്മരണ. ആ ഓർമ്മ വരുമ്പോൾ രസികോ ആനന്ദം വരും, ഭയങ്കരമായ ആനന്ദം വരും. നാമനിവഹ കണ്ടോ, നാമനിവഹ എന്ന് പറഞ്ഞാൽ നാമകീർത്തനങ്ങളെ. ആ നാമകീർത്തനങ്ങളെ ശ്രദ്ധിച്ചിട്ടോണം. ഭവത് പാദാംബോജ സ്മരണ, അങ്ങയുടെ പാദങ്ങൾ സ്മരിക്കണം. അപ്പോൾ എനിക്ക് ആനന്ദമുണ്ടാകും രസികോ. പിന്നെയോ നാമനിവഹ, എനിക്ക് നാമങ്ങളും ജപിക്കണം ഭഗവാനെ, അതിനെൻ്റെ രോഗങ്ങളൊക്കെ മാറ്റിത്തരണേ എന്നാണ് പറയുന്നത്. അതായത് 3-ാം വരിയിൽ നാമസ്മരണയുടെ മാഹാത്മ്യം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഭഗവാനെ, എനിക്ക് അങ്ങയുടെ പാദപത്മങ്ങളെക്കുറിച്ചുള്ള ആ ഓർമ്മയിൽ ആനന്ദം അനുഭവിക്കുന്നവനായി മാറണം. അതിനുശേഷം എനിക്ക് അങ്ങയുടെ നാമാവലികൾ ജപിക്കണം ഇല്ലേ. ഓം ഗോവിന്ദായ നമ, ഓം ശ്രീകൃഷ്ണായ നമ, ഓം അച്യുതായ നമ, ഓം രാധാകൃഷ്ണായ നമ. അങ്ങയുടെ നാമാവലികൾ ജപിക്കണം. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഭഗവാന്റെ നാമങ്ങൾ ഭഗവാനേക്കാൾ ശ്രേഷ്ഠമാണ്. മുജ്ജന്മ പാപങ്ങൾ കൊണ്ടാണ് നമുക്ക് രോഗങ്ങൾ വരുന്നത്. ആ മുജ്ജന്മ പാപങ്ങൾ കൊണ്ടുണ്ടാകുന്ന രോഗം ഭഗവാന്റെ നാമം ജപിക്കുന്നതോടുകൂടി ആ പാപം നശിച്ച്, ദുരിതങ്ങളും നശിച്ച്, രോഗങ്ങളൊക്കെ മാറി നമുക്ക് ഭഗവാനോട് സ്നേഹമുണ്ടാകും. അപ്പം നമുക്കും ഭഗവാനും ഇടയിലൊരു മതിലുണ്ട്. ആ മതിൽ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങളാണ്. അത് ഭഗവാന്റെ നാമം ജപിച്ചാൽ അലിഞ്ഞ് ഇല്ലാതായി മാറും എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഭഗവാന്റെ പാദപത്മങ്ങളെ ഓർത്ത് അതിൽ ആനന്ദം കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് നമ്മളെല്ലാവരും എന്ത് ചെയ്തോളണം? ഭഗവാന്റെ നാമം ജപിച്ചുകൊള്ളൂ. അപ്പോൾ ഭഗവാന്റെ നാമം, അതായത് നമുക്ക് ഭഗവാനെ കാണുന്നതിനുള്ള തടസ്സം നമ്മുടെ മുജ്ജന്മ പാപങ്ങളാണ്. ഇത് മനസ്സിലാക്കിയിട്ടാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്, ഭഗവാനെ, അങ്ങയുടെ പാദങ്ങളെക്കുറിച്ച് ഓർത്താൽ നമ്മുടെ മുജ്ജന്മ പാപങ്ങൾ തീരും. അങ്ങയുടെ നാമങ്ങൾ ചൊല്ലുന്നത് അത്യുത്തമം. ഭഗവാനേക്കാൾ ശ്രേഷ്ഠമാണ് ഭഗവാന്റെ നാമം. അതുകൊണ്ട് ഭഗവാനെ, എനിക്ക് അങ്ങയുടെ നാമം ജപിക്കാനുള്ള ആരോഗ്യം എനിക്ക് തരണം, എൻ്റെ പാപങ്ങൾ ഇല്ലാതാക്കണം. എന്നിട്ട് ഭട്ടതിരിപ്പാട് നമ്മളോടും പറയുന്നു, നാമം ജപിച്ചുകൊള്ളൂ, ഭഗവാന്റെ നാമം ജപിച്ചുകൊള്ളൂ, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ നാമം ജപിച്ചുകൊള്ളൂ അല്ലേ. കൃഷ്ണൻ ഏറ്റവും പ്രിയപ്പെട്ടത് ഏതാണ്? രാധയുമായി ചേരുന്ന നാമമാണ്. അത്രയും പ്രിയപ്പെട്ട ഒരു നാമം കൃഷ്ണന് വേറെ ഇല്ല. അതുകൊണ്ടല്ലേ രാധാകൃഷ്ണൻ എന്ന് വിളിക്കുന്നത്. ആരും സത്യഭാമാകൃഷ്ണൻ എന്നൊന്നും പറയാറില്ല, രുക്മിണി കൃഷ്ണനെന്നും ഇല്ല. രാധാകൃഷ്ണനാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭഗവാന്റെ നാമം ജപിക്ക്, ഭഗവാന്റെ നാമം ജപിക്ക്, രാധയുടെ പേരുള്ള നാമം ജപിക്ക്. ആ രാധയുടെ പേരുള്ള, അതില്ലേ ഭഗവാൻ പറയുന്നത്, രാ എന്ന പേര് പറഞ്ഞാൽ ആരാണോ രാ എന്ന പേരുച്ചരിക്കുന്നത് അവൻ്റെ പിന്നാലെ ഞാൻ പായും. ആരാണോ ധ എന്ന പേരുച്ചരിക്കുന്നത് അതോടുകൂടി ഞാൻ അവൻ്റെ സേവകനായി മാറും. അതുകൊണ്ടാണ് അധികം രാധാഭക്തരെ സൃഷ്ടിക്കാത്തത്. കാരണം രാധാഭക്തരായി കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ നമ്മുടെ സേവയ്ക്ക് വരേണ്ടി വരും. അതുകൊണ്ട് ഭഗവാൻ തൻ്റെ ഭക്തന്മാരെ പോലും അരിച്ചരിച്ചേ രാധാറാണിയുടെ ഭക്തരാക്കൂ. അതുകൊണ്ട് നാരായണീയം കേട്ടുകൊണ്ടിരിക്കുന്നവരേ, നിങ്ങൾ ജപിച്ചോളൂ, നിങ്ങൾ ജപിച്ചോളൂ. ജന്മജന്മാന്തര പാപം എരിഞ്ഞു തീരും. ഭട്ടതിരിപ്പാട് ഗ്യാരണ്ടി. ഈ ഭട്ടതിരിപ്പാട് തന്നെ ഇതിനകത്ത് നാരായണീയത്തിൽ രാധാറാണിയെക്കുറിച്ച് സ്മരിക്കുന്നുണ്ട്. അതാണ് രാധാറാണി. ആ നാമം ജപിക്കൂ. രാധേ കൃഷ്ണ രാധേ കൃഷ്ണ 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 രാധേ 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 ശ്യാം രാധേ ശ്യാം 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 രാധേ രാധേ
രാധേ കൃഷ്ണ രാധേ കൃഷ്ണ 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 രാധേ 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 ശ്യാം 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 രാധേ രാധേ. എൻ്റെ കൂടെ നിങ്ങൾ ജപിച്ചോളണം. ഹരേ കൃഷ്ണ മന്ത്രത്തിൻ്റെ 1000 മടങ്ങ് ഫലമാണ് ഈ മന്ത്രത്തിന്. ഹരേ കൃഷ്ണ മന്ത്രം തരുന്നതിൻ്റെ കോടി പുണ്യം ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് എൻ്റെ പ്രേക്ഷകര് എന്നോടൊപ്പം നിങ്ങളും പറഞ്ഞുള്ളൂ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ. കണ്ടോ, ആ രാധേ കൃഷ്ണ എന്ന് പറയുമ്പോൾ ആ കൃഷ്ണനെയും രാധയും ഒക്കെ അങ്ങനെ മുമ്പിൽ കാണണം, രാധാകൃഷ്ണന്മാരെ മുമ്പിൽ കാണണം, ഭക്തിയിൽ അങ്ങ് ലയിക്കണം. രാധേ കൃഷ്ണ എന്ന് പറയുമ്പോൾ ഗുരുവായൂർ ശ്രീലകത്ത കൃഷ്ണനും രാധാറാണിയും ഇങ്ങനെ മുന്നിൽ നിൽക്കണം. ആ മുന്നിൽ നിന്ന് അവരെ സ്മരിച്ച് ഭഗവാന്റെ നാമം കേൾക്കുമ്പോൾ രോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. രാധേ കൃഷ്ണ രാധേ കൃഷ്ണ 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 രാധേ 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 ശ്യാം 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 രാധേ 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 കൃഷ്ണ രാധേ കൃഷ്ണ 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 രാധേ 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 ശ്യാം 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 രാധേ രാധേ. നമുക്കിനി 4ാമത്തെ വരിയിലേക്ക് നമുക്ക് കടക്കാം. എന്താണ് 4ാമത്തെ വരിയിൽ ഭട്ടതിരിപ്പാട് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. നഹം ഗായം ഗായം കുഹചന വിവത്സാമി വിജനേ. ചില ബുക്കിൽ വിവത്സാമി, ചില ബുക്കിൽ വിവത്സ്യാമി എന്നും കിടക്കും. അഹം ഞാൻ, ഗായം ഗായം ഭഗവാനെ പാടി പാടി നടക്കാം. എവിടെ? കുഹചന ഏതെങ്കിലും ഒരു കുഹചന ഏതെങ്കിലും, വിവത്സാമി ഏതെങ്കിലും സ്ഥലത്ത് താമസിക്കാം. എങ്ങനെയുള്ള സ്ഥലം? വിജനേ, വിജനമായ സ്ഥലത്ത് ഞാൻ എന്ത് ചെയ്തു കൊള്ളാം? താമസിക്കാം. അപ്പോൾ ഭഗവാനോട് ഭട്ടതിരിപ്പാട് പറയുകയാണ്, അല്ലയോ ഗുരുവായൂർ അമ്പലത്തിൽ വസിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ, എൻ്റെ വാതരോഗം മാറ്റിത്തരേണമേ. വാതരോഗം കൊണ്ട് ഞാൻ കഷ്ടപ്പെടുകയാണ്. എനിക്ക് അമ്പലത്തിന് പ്രദക്ഷിണം വയ്ക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ലല്ലോ ഭഗവാനെ. മനസ്സിലായോ? അമ്പലത്തിന്, അതെ, 1ാമത്തെ വരിയിൽ അത് പറയുന്നുണ്ട്. 1ാമത്തെ വരിയിലെ ചരണം എന്ന വാക്കുണ്ടല്ലോ, ആ ചരണം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥത്തിന് അതിന് 2 വാക്കുണ്ട്. ഇപ്പം 1ാമത്തെ വരി തന്നെ എന്താണ്? ഗതക്ലിഷ്ടം കഷ്ടം ചരണസേവാരസപരം. ആ ചരണസേവയ്ക്ക് 1 ഭഗവാന്റെ പാദസേവ എന്നർത്ഥം, 2 ചരണം വെച്ച് പ്രദക്ഷിണം വയ്ക്കുക. ഭഗവാനെ, മറ്റു മനുഷ്യര് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ എനിക്ക് അതിനു പോലും പറ്റുന്നില്ല എൻ്റെ ഗുരുവായൂരപ്പ. അതുകൊണ്ട് എൻ്റെ വാതരോഗം മാറ്റിത്തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ വിജനമായ ഒരു സ്ഥലത്ത് ചെന്നിരുന്ന് അങ്ങയുടെ നാമം ജപിച്ചു കൊള്ളാം. എന്തുകൊണ്ടാണ് വിജനമായ സ്ഥലത്ത് പോകാമെന്ന് പറയുന്നത്? ശ്രദ്ധിച്ചു കേട്ടോളണം. വാതരോഗം ഭഗവാൻ മാറ്റിത്തരുന്നു. നിങ്ങളുടെ ഏത് രോഗവും ഭഗവാൻ മാറ്റിത്തരുന്നു. പക്ഷേ ഈ രോഗങ്ങൾ മാറിക്കഴിയുമ്പോൾ മറ്റൊരു രോഗം കിടക്കുന്നു. ഈ രോഗങ്ങൾ മാറിക്കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? മറ്റൊരു രോഗം കിടക്കുന്നു. ഏതാണ് ആ രോഗം? ലൗകിക സുഖത്തോടുള്ള താല്പര്യമെന്ന രോഗം. ആ രോഗം നിങ്ങൾക്ക് വരുന്ന മറ്റ് അസുഖങ്ങളെക്കാൾ അപകടകരമാണ്. അത് ഭട്ടതിരിപ്പാടിന് നല്ലതുപോലെ അറിയാം. അപ്പോൾ ഭട്ടതിരിപ്പാട് പറയുകയാണ്, എൻ്റെ വാതരോഗം മാറ്റി തന്നു കഴിഞ്ഞാൽ 2ാമതൊരു രോഗമുണ്ട് ഭഗവാനെ. അത് ലൗകിക സുഖങ്ങളോടുള്ള താല്പര്യമാണ്. അപ്പം ഞാൻ സംസാര സാഗരത്തിൽ പെട്ടുപോകും. അത് വരാതിരിക്കണമെങ്കിൽ വിജനമായ ഒരു സ്ഥലത്ത് പോകണം. മറ്റു മനുഷ്യരുമായി ഇടപെടുമ്പോഴാണ് നമുക്ക് മമതാബന്ധം ഉണ്ടാകുന്നത്. ആ മമതാബന്ധം ഉണ്ടായതിൻ്റെ ഫലമാണ് ഭട്ടതിരിപ്പാട് അനുഭവിക്കുന്നത്. കാരണം ഭട്ടതിരിപ്പാട് തൻ്റെ ഗുരുവായ അച്യുതപിഷാരടി, അച്യുതപിഷാരടിയോട് സ്നേഹം വരികയും അച്യുതപിഷാരടി എന്ന ഗുരു
വാദരോഗം കൊണ്ട് കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ ആ മമതാബന്ധം മുഖാന്തരം അദ്ദേഹത്തിൻ്റെ വാദരോഗം ആ യോഗശക്തിയിലൂടെ ആര് ഏറ്റെടുത്തു? ഭട്ടതിരിപ്പാട് ഏറ്റെടുത്തു. കർമ്മവിഭാഗ ദാനത്തിലൂടെ ഭട്ടതിരിപ്പാടിനി ഏറ്റെടുത്തു. അപ്പോൾ ഏതാണ്ട് 25-26 വയസ്സായി. അതുകൊണ്ടാണ് ഏതാണ്ട് 1036 ശ്ലോകമുള്ള ഈ എഴുതിയിരിക്കുന്നത്. കാരണം അതിങ്ങനെ സ്വയം ഏറ്റെടുത്തിട്ട് ഒരുപാട് ചികിത്സ ചെയ്തിട്ട് മാറാഞ്ഞപ്പോഴാണ് എഴുത്തച്ഛൻ്റെ നിർദ്ദേശപ്രകാരം ഇവിടെ വന്ന് നാരായണീയ രചന തുടങ്ങിയത്. ഏതാണ്ട് 1036 ശ്ലോകങ്ങൾ എഴുതി സമർപ്പിച്ചു. 25-26 വയസ്സിലാണ് അദ്ദേഹത്തിന് വാതരോഗം ഏറ്റെടുക്കുന്നത്. 27 വയസ്സായപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഇത് നിർത്തുകയും ചെയ്തു. അപ്പോൾ വാതരോഗത്തെ പോലെ ഒരു പ്രശ്നമാണ് മമതാബന്ധമുള്ള ലൗകിക രോഗം എന്ന് ഭട്ടതിരിപ്പാടിനറിയാം. കാരണം വാതരോഗം വന്നത് തന്നെ മറ്റുള്ളവരുമായി സഹകരിച്ച് ഗുരുവിനോട് മമതാബന്ധം വന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഭഗവാനെ, എനിക്ക് മനസ്സിലായി, ഭൂമിയിലുള്ള മനുഷ്യരുടെ ബന്ധങ്ങളല്ല വലുത്, അങ്ങയുടെ പാദങ്ങൾ സേവിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദമാണ്. അതുകൊണ്ട് കൃഷ്ണ, ഗുരുവായൂരപ്പ, എൻ്റെ വാതരോഗം ശമിപ്പിച്ചു തന്നു. ഇനി രണ്ടാമത്തെ രോഗം, അത് എന്നെ കനിയണേ. ഞാൻ വിജനമായ ഒരു സ്ഥലത്ത് പോയിരുന്ന് മറ്റു മനുഷ്യരുമായി ഒരു ഇടപാടുമില്ലാതെ അങ്ങയുടെ നാമങ്ങൾ ജപിച്ച് തീർത്തുകൊള്ളാം. അതുകൊണ്ടാണ് മഹർഷിമാർ വനത്തിലേക്ക് പോകുന്നത്. ആ പിരിഞ്ഞു വനത്തിൽ പോകുമ്പം ആദ്യമൊക്കെ വീട്ടുകാരെ കാണാതെ ഒരു വിഷമം വരും. പിന്നെ ഭഗവത് സ്മരണയിൽ, കാരണം അവരാരുമായിട്ടും ഇടപഴകുന്നില്ല. അപ്പോൾ പണ്ട് മഹർഷിമാർ വിജനസ്ഥലത്ത് പോകുന്നത് മമതാബന്ധം ഒഴിവാക്കി ഭഗവാന്റെ പാദത്തിൽ ആ സ്മരണയിൽ ആനന്ദം കണ്ടെത്താനാണ്. അപ്പോൾ പിടികിട്ടിയല്ലോ. അപ്പോൾ 4ാമത്തെ വരിയിൽ പറയുന്നത്, എനിക്ക് വാതരോഗം മാറ്റിത്ത, പിന്നെ ലൗകിക സുഖത്തോടുള്ള താല്പര്യം എന്ന രോഗം, അത് മാറുന്നതിന് വേണ്ടി ഭഗവാനെ കൃഷ്ണ, മറ്റു മനുഷ്യരൊന്നും ഇല്ലാത്ത വിജനമായ സ്ഥലത്ത് പോയിരുന്ന് ഞാൻ എന്ത് ചെയ്തു കൊള്ളാം? പ്രാർത്ഥിക്കാം. പക്ഷെ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കേണ്ടത്, നമുക്ക് വിജനമായ സ്ഥലത്തൊന്നും പോകാൻ പറ്റത്തില്ല, മക്കളും കുടുംബവുമായിട്ട് തന്നെ ഇരിക്കണം. പക്ഷേ ഒരുപാട് അവരോട് ഒട്ടാതെ, അവർ ഒരു ദിവസം ഇവരെയൊക്കെ വിട്ട് ഞാൻ പോകേണ്ടി വരും, ഞാൻ വന്നത് തനിച്ച് തിരിച്ചു പോകുന്നതും തനിച്ച്, അതിൻ്റെ ഇടയിൽ കാണുന്നതാണ് ഭാര്യ, ഭർത്താവ്, മക്കള്. ഈ ഒരു ചിന്ത ഉണ്ടായി എന്നെ ലൗകിക രോഗത്തിൽ നിന്ന് രക്ഷിക്കണേ. അപ്പോൾ ഭട്ടതിരിപ്പാടിനെ പോലെ നിങ്ങളും പ്രാർത്ഥിക്കൂ, ഞാനും പ്രാർത്ഥിക്കാം. ഭഗവാനേ ശ്രീകൃഷ്ണ, ഞങ്ങൾക്ക് രോഗം വരുത്തല്ലേ. ഭഗവാനേ, ഞങ്ങൾക്ക് ശരീരസുഖം തരണേ. കൃഷ്ണ, ശരീരസുഖം തരണേ, രോഗം വരുത്തരുതേ. ലൗകിക രോഗത്തിൽ നിന്നും മുക്തി നടണേ. ഞങ്ങളെ 2 രോഗങ്ങളിൽ നിന്ന് മോചിപ്പിക്കണേ കൃഷ്ണ. 1 ശരീരത്തിന് വരുന്ന രോഗം, 2 മനുഷ്യരുമായി ഇടപെട്ട് അവരോട് സ്നേഹമുണ്ടായി ഈ ലോകത്ത് കാണുന്ന വസ്തുക്കളിൽ അനുഭവിക്കാനുള്ള താല്പര്യമെന്ന രോഗം. ഈ 2 രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ. ഗുരുവായൂർ ശ്രീലകം വാഴുന്ന പൊന്നുണ്ണി കണ്ണ, സാക്ഷാൽ നാരായണ, സാക്ഷാൽ രാധാ വല്ലഭ, സാക്ഷാൽ രാധാകൃഷ്ണ, ഞങ്ങളെ കാത്തുകൊള്ളണേ. ശരീരസുഖം തരണേ, രോഗങ്ങൾ തരരുതേ. ലൗകിക സുഖത്തോടുള്ള താല്പര്യമെന്ന രോഗവും തരല്ലേ. രക്ഷിക്കണേ പൊന്നുണ്ണി കണ്ണ, രാധയുടെ കണ്ണ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ. രാധ, ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത
രാധാ